ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. സർവ്വതും സൂര്യങ്ങൾ. 1-2 മാർക്ക് തീർച്ചയായിട്ടും HSA സോഷ്യൽ സയൻസ് എക്സാമിന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ HSA എക്സാമിനും ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം മാത്രം നമുക്ക് നോക്കി മുമ്പോട്ട് പോകും. ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നോക്കാം. അന്തരീക്ഷ താപന പ്രക്രിയകൾ എന്ന് പറയും. അപ്പോൾ കഴിഞ്ഞ എക്സാമിനും വന്നൊരു ഭാഗമാണ്. അപ്പോൾ നോക്കാം നമുക്ക്. നമ്മുടെ അന്തരീക്ഷം 4 രീതിയിലാണ് ചൂട് പിടിക്കുന്നത്. ഏതൊക്കെയാണ്? താപചാലനം, സംവഹനം, അഭിവഹനം, ഭൗമവികിരണം. ഇങ്ങനെ ഈ 4 രൂപത്തിലൂടെയാണ് നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിക്കുന്നത്. ഇനി എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ചൂട് പിടിച്ച ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം എന്ത് ചെയ്യുന്നു? പതുക്കെ മുകളിലേക്ക് ഉയർന്ന് എന്ത് ചെയ്യുന്നു? ആ ഭാഗം ചൂട് പിടിക്കുന്നു. അപ്പോൾ അതിന് പറയുന്ന പേരാണെന്ത്? താപചാലനം. അപ്പം ചൂട് പിടിച്ച ഭൂമിയുടെ ഉപരിഭാഗത്ത് നിന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന അന്തരീക്ഷ ഭാഗം എന്ത് ചെയ്യുന്നു? ചൂട് പിടിക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് താപചാലനം. രണ്ടാമത്തത് സംവഹനം. സംവഹനം എന്ന് പറയുന്നത് എന്താണ്? ചൂടായ വായു വികസിച്ച് ഉയരുന്നു, മുകളിലേക്ക് ഉയരുന്നു. ഇതിന് പറയുന്ന പേരാണ് സംവഹനം. എന്താണ് അഭിവഹനം എന്ന് പറഞ്ഞാൽ? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു, അല്ലേ? ഈ സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും താപം എന്ത് ചെയ്യുന്നു? വ്യാപിക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് അഭിവഹനം. അതേപോലെ ഭൗമവികിരണം. എന്താണ്? ദീർഘതരംഗ രൂപത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ശൂന്യാകാശത്തേക്ക് താപം മടങ്ങിപ്പോകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണെന്ത്? ഭൗമവികിരണം. ഇങ്ങനെ 4 രീതിയിലാണ് നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിക്കുന്നതെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു പോയിന്റ് നോക്കാം. ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് സൗരോർജ്ജം ഭൂമിയിലേക്ക് എത്തുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് സൗരവികിരണം എന്ന് പറയും. അപ്പം ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് സൗരോർജ്ജം ഭൂമിയിലേക്ക് എത്തുന്നത്. ഇതിനെ സൗരവികിരണം എന്ന് പറയുന്നു എന്ന കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. അടുത്തതായിട്ട് ഇവിടെ ടോപ്പിക് കൊടുത്തിട്ടുണ്ട് താപസന്തുലനം. താപസന്തുലനം എന്ന് പറയുന്നതാണ്, നോക്കി, സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനത്തെ ഹീറ്റ് ബജറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഹീറ്റ് ബജറ്റ് എന്താണെന്ന് നോക്കുക. എന്താണ്? സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനത്തെ ഹീറ്റ് ബജറ്റ് എന്ന് വിളിക്കുന്നു എന്ന കാര്യവും ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ PSC സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, നമുക്ക് നോക്കാം. താപനില എന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ താപം എപ്പോഴാണ് ഭൂമിയിൽ അനുഭവപ്പെടുക, അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുക? ഏറ്റവും കുറഞ്ഞ താപനില എപ്പോഴാണ് എന്നൊരു ചോദ്യമാണ് ചോദിക്കാറ്. നോക്കി, കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്ന ഉച്ചയ്ക്ക് 2 മണിക്കുള്ള അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നാണ്. എന്നാൽ ഏറ്റവും കുറഞ്ഞ താപനിലയോ? സൂര്യോദയത്തിന് തൊട്ടു മുമ്പോ. അപ്പോൾ 2 മണി എന്ന കാര്യം ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തുന്നപ്പോഴാണ് ആ 2 മണി സമയത്താണ്. അതേപോലെ എന്ത് ചെയ്യുക? ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്നത് സൂര്യോദയത്തിന് തൊട്ട് മുൻപുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യം ദൈനിക താപാന്തരം എന്താണെന്ന് നോക്കാം. അതായത് ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ വിളിക്കുന്ന പേരാണെന്ത്? ദൈനിക താപാന്തരം എന്ന് വിളിക്കുക. അതിനകത്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ദൈനിക താപാന്തരം കണ്ടുപിടിക്കുന്നത് കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില എന്ന കാര്യവും ഓർത്തിരിക്കുക. അതേപോലെ ഒരു ദിവസത്തെ ശരാശരി താപനിലയെ ദൈനിക ശരാശരി താപനില എന്ന് പറയുന്നു എന്ന കാര്യവും ഓർത്തിരിക്കുക. ഒരു ദിവസത്തെ ശരാശരി താപനിലയെ ദൈനിക ശരാശരി താപനില എന്ന് വിളിക്കുന്നു. കാണുന്നത് എങ്ങനെയാണ്? ദൈനിക ശരാശരി താപനില കാണുന്നത് കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില, അതിനെ ഡിവൈഡ് ബൈ 2, രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും? ദൈനിക ശരാശരി താപനില കിട്ടും. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് മാക്സിമം മിനിമം തെർമോമീറ്റർ. എന്താ സംഭവം? ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കുന്ന ഉപകരണമാണ് ഏത്? മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കേണ്ടത് താപീയ മധ്യരേഖ എന്നൊരു ഇമ്പോർട്ടൻ്റ് ഭാഗം കൊടുത്തിട്ടുണ്ട്. അതായത് ഭൂമിയിൽ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് സമതാപ രേഖ വരച്ചാൽ ഭൂമധ്യരേഖയ്ക്ക് സമീപത്തുകൂടി കടന്നുപോകും. ഈ സാങ്കല്പിക രേഖയെ വിളിക്കുന്ന പേരാണെന്ത്? താപീയ മധ്യരേഖ എന്ന് വിളിക്കും. അപ്പം എന്താണ് താപീയ മധ്യരേഖ എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് ഭൂമിയിൽ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങൾ നമ്മൾ യോജിപ്പിച്ചൊരു വര വരയ്ക്കുകയാണെങ്കിൽ, അല്ലേ, ആ വര ഇതിൽ കടന്നു പോകും? ഭൂമധ്യരേഖയ്ക്ക് സമീപത്തൂടെ കടന്നു പോകുള്ളൂ. അപ്പം ഇതിന് പറയുന്ന പേരാണെന്ത്? താപീയ മധ്യരേഖ എന്നറിയപ്പെടും. അടുത്തതായിട്ട്
വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയൊക്കെ നോക്കാം. 1 അക്ഷാംശസ്ഥാനമുണ്ട്. 2 ഉയരം, ഒരു പ്രദേശത്തിൻ്റെ ഉയരം സ്വാധീനിക്കുന്നു. സമുദ്ര സാമീപ്യം, അതേപോലെ കാറ്റുകൾ. അപ്പം ഒരു പ്രദേശത്തിൻ്റെ താപത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നേതാണ്? 1 അക്ഷാംശസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് ചൂടും കൂടും അല്ലെ കുറഞ്ഞിരിക്കും. 2 എന്താണ്? ആ പ്രദേശത്തിൻ്റെ ഉയരം എന്ത് ചെയ്യും? താപത്തെ സ്വാധീനിക്കുന്നു. 3-മത്തത് എന്താണ്? സമുദ്ര സാമീപ്യം. അതേപോലെ 4-മത്തതാണ് കാറ്റുകൾ. ഈ 4 കാര്യങ്ങളാണ് ഒരു പ്രദേശത്തിൻ്റെ താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് 1-മത്തെ ഘടകം ഏതാണ്? അക്ഷാംശസ്ഥാനം. അതായത് നമ്മുടെ ഭൂമധ്യരേഖയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് എന്ത് ചെയ്യും? സൂര്യപ്രകാശം ലംബമായിട്ടാണ് അടിക്കുക അല്ലേ? അപ്പോൾ ലംബമായിട്ട് ഉഷ്ണമേഖലയിൽ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്നതിൽ അവിടെ ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം അക്ഷാംശസ്ഥാനം എന്ത് ചെയ്യുന്നു? താപത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. 2-മത്തെ എന്താണ്? ഉയരം. നമ്മൾ അന്തരീക്ഷത്തിൻ്റെ ലെയർ പഠിച്ചപ്പോൾ അതിൽ പഠിക്കുന്നുണ്ട് അല്ലേ? എന്താണ്? ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരത്തിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഉയരം കൂടുന്നതും കുറഞ്ഞതനുസരിച്ച് എന്ത് ചെയ്യുന്നു? പ്രദേശങ്ങളുടെ താപത്തിന് വ്യത്യാസം വരുന്നു. 3-മത്തെ എന്താണ്? സമുദ്ര സാമീപ്യം അല്ലേ? സമുദ്രം അടുത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അവിടെ മിതമായിട്ടുള്ള കാലാവസ്ഥ വരുന്നു. എങ്ങനെയാണ് വരുന്നത്? സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ രൂപാന്തരം കുറവും ഉൾപ്രദേശങ്ങളിൽ കൂടുതലുമാണെന്ന് ബോധ്യമായില്ല. അതായത് ഇതിൻ്റെ കാര്യത്തിലേ ഉള്ളൂ. കര ചൂടാവുമ്പോൾ കടലിൽ നിന്നും കരയിലേക്കും, കര തണുക്കുമ്പോൾ തിരിച്ചും വായുവിൻ്റെ നീക്കമുണ്ടാകുന്നതിനാലാണ് സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ സദാ മിതമായ താപം നിലനിൽക്കുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പം കരയിൽ നിന്ന് കടലിലേക്കും, കരയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? കാറ്റിൻ്റെ ചലനം ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? മിതമായ കാലാവസ്ഥ അവിടെ എന്ത് ചെയ്തു? അല്ലെങ്കിൽ താപം അവിടെ ഉണ്ടാകുന്നു. അതാണ് സമുദ്ര സാമീപ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത കാറ്റുകൾ എന്താണ്? കാറ്റുകൾ ഒരു പ്രദേശത്തിൻ്റെ താപത്തെ എന്ത് ചെയ്യുന്നു? സ്വാധീനിക്കുന്നു. അതായത് ഉഷ്ണക്കാറ്റുകളും ശീതക്കാറ്റുകളും ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? അവ കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില യഥാക്രമം ഉയരുകയും താഴുകയും ചെയ്യുന്നു. ആ രീതിയിലാണ് അവിടുത്തെ ആ പ്രദേശത്തിൻ്റെ ചൂട് എന്ന കാര്യവും ഓർത്തിരിക്കുക. അപ്പോൾ കാറ്റുകൾ, ഉഷ്ണക്കാറ്റുണ്ട്. ഇപ്പം നോക്കി, ഡൽഹിയിൽ ഉഷ്ണക്കാറ്റ് ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ടല്ലേ? അതേപോലെ എന്ത് ചെയ്യുക? തമിഴ്നാട്ടിൽ നിന്ന് ഉഷ്ണക്കാറ്റ് പാലക്കാട് പൊള്ളുന്നു. അതേപോലെ ശീതക്കാറ്റ് താഴ്വരയിൽ മഞ്ഞ് വീഴ്ച. അപ്പം ഈ കാറ്റുകൾ ഉഷ്ണക്കാറ്റും ശീതക്കാറ്റും പോകുന്ന പ്രദേശങ്ങളിലും എന്തായിരിക്കും? അതിനനുസരിച്ചായിരിക്കും അവിടുത്തെ താപം എന്ന കാര്യവും ഓർത്തിരിക്കുക. അടുത്തതും ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അന്തരീക്ഷത്തിലെ ജലം എന്നൊരു ഭാഗമാണ്. അതേപോലെ നോക്കി, അന്തരീക്ഷത്തിലെ ജലാംശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർദ്രത. അന്തരീക്ഷത്തെ ജലാംശത്തെ വിളിക്കുന്ന പേരാണ് ആർദ്രത എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ നോക്കി, വായുവിലടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെ കേവല ആർദ്രത എന്ന് വിളിക്കുന്നു. അപ്പോൾ വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെ വിളിക്കുന്ന പേരാണിത് കേവല ആർദ്രത എന്ന് വിളിക്കുന്നു. അതേപോലെ നോക്കി, ഇത് ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം എന്ന ഏകകത്തിലാണ് കണക്കാക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ നോക്കൂ, നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിന് ഒരു പരിധിയുണ്ട്. അപ്പം അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്? പൂരിതാവസ്ഥ എന്ന കാര്യവും ഒന്നൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കേണ്ടത്, അന്തരീക്ഷം നീരാവി പൂരിതമായി കഴിഞ്ഞാൽ ഖനീകരണം ആരംഭിക്കും. അങ്ങനെ ഖനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെ വിളിക്കുന്ന പേരാണെന്ത്? തുഷാരാങ്കം എന്ന് വിളിക്കുന്നു എന്ന കാര്യവും ഓർത്തിരിക്കുക. അതേപോലെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് എന്ന ശതമാനത്തിൽ കണക്കാക്കുന്നതിന് പറഞ്ഞ പേരാണെന്ത്? ആപേക്ഷിക ആർദ്രത എന്ന് വിളിക്കുന്നു. അപ്പം നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നു. അപ്പം ഈ ആനുപാതിക അളവിനെ വിളിക്കുന്ന പേരാണെന്ത്? ആപേക്ഷിക ആർദ്രത എന്ന് വിളിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. അപ്പോൾ അതേപോലെ ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ്? കേവല ആർദ്രത ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഇൻറ്റു 100. അപ്പം ഇതാണ് ആപേക്ഷിക ആർദ്രത അളക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുക. അടുത്ത ഇവിടെ ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്, വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ, അതിൻ്റെ പ്രവർത്തന തത്വമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അത് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തിനാണ് വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ്? വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഉപയോഗിച്ചാണ് കാലാവസ്ഥാ നിരീക്ഷകർ ആപേക്ഷിക ആർദ്രത
കണക്കാക്കുന്നത്. അപ്പം ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണെന്ത്? വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്ത് നോക്കി, ഇവിടെ ഒരു കാര്യമുണ്ട്, ഘനീകരണ രൂപങ്ങൾ. ഘനീകരണം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പം എന്താണ് ഘനീകരണ രൂപങ്ങൾ നോക്കാം. അതായത് ഘനീകരണ പ്രക്രിയ ആരംഭിക്കുന്നതിന് അന്തരീക്ഷം പൂരിതാവസ്ഥയിൽ എത്തേണ്ടതുണ്ട്. അപ്പം അതേപോലെ അന്തരീക്ഷം പൂരിതാവസ്ഥയിൽ എത്തിയതിന് ശേഷവും നീരാവി അന്തരീക്ഷത്തിലേക്ക് എത്തുകയോ താപനില ഗണ്യമായി കുറയുകയോ ചെയ്താൽ നീരാവിക്ക് എന്ത് സംഭവിക്കുന്നു? ഘനീകരണം സംഭവിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം അന്തരീക്ഷം പൂരിതാവസ്ഥയിൽ എത്തിയതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിലേക്ക് നീരാവി എത്തുകയോ അല്ലെങ്കിൽ എന്താണ് അന്തരീക്ഷത്തിൻ്റെ താപനില ഗണ്യമായി കുറയുകയോ ചെയ്തെന്ന് സംഭവിക്കും? നീരാവിക്ക് ഘനീകരണം സംഭവിക്കും. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ബാക്കി പഠിക്കാൻ എന്താണ്? ഘനീകരണ രൂപങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പം ഘനീകരണത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ്? ഘനീകരണ വിവിധ രൂപങ്ങൾ ഏതാ? ഹിമമുണ്ട്, മൂടൽമഞ്ഞുണ്ട്, മേഘങ്ങളുണ്ട്, തുഷാരമുണ്ട്. അപ്പോൾ ഈ 4 എണ്ണമാണ്. ഏതൊക്കെയാണ് ഘനീകരണത്തിൻ്റെ വിവിധ രൂപങ്ങൾ? ഏതൊക്കെയാണ്? ഹിമം, മൂടൽമഞ്ഞ്, തുഷാരം, മേഘങ്ങൾ. അപ്പം ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വേഗം നോക്കാം. അപ്പം ആദ്യമായിട്ട് തുഷാരം എന്താണെന്ന് നോക്കാം. പ്രഭാതങ്ങളിൽ പുൽക്കൊടികളിലും ഇലകളിലും മറ്റും തണുത്ത പ്രതലങ്ങളിൽ ജലത്തുള്ളികൾ പറ്റിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിന് പറഞ്ഞ പേരാണ് തുഷാരം. അപ്പോൾ നമ്മുടെ രാവിലെ എണീക്കുമ്പോൾ എന്ത് ചെയ്യുക? ചെടീൻ്റെ ഇലയിലും ഒക്കെ എന്ത് ചെയ്യുക? ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അല്ലേ? ഇതിന് പറഞ്ഞ പേരാണെന്ത്? തുഷാരം എന്ന് പറയും. അപ്പോൾ ഇനി എങ്ങനെയാണ് തുഷാരം ഉണ്ടാകുന്നത് നോക്കിയേ. രാത്രികാലങ്ങളിൽ ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. ഇതുമൂലം നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി ഭൂമിയുടെ ഉപരിതലത്തിലെ തണുത്ത പ്രതലത്തിൽ പറ്റിപ്പിടിക്കുന്നു. അപ്പോൾ ഇതിന് പറഞ്ഞ പേരാണെന്ത്? തുഷാരം എന്ന് പറയുന്നു. അടുത്ത് രണ്ടാമത്തെയാണെന്ത്? ഹിമം. എന്താ ഹിമം എന്ന് പറഞ്ഞാൽ? രാത്രികാലങ്ങളിൽ ഉപരിതല താപം 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായി കുറയുന്ന പ്രദേശങ്ങൾ ഭൂമിയിലുണ്ട് അല്ലേ? ഇത്തരം പ്രദേശങ്ങളിൽ തുഷാരം രൂപം കൊള്ളുന്നതിന് പകരം നേർത്ത ഹിമകണങ്ങളായും രൂപം കൊള്ളുന്നു. ഘനീകരണത്തിൻ്റെ ഈ രൂപത്തെ ഹിമം എന്ന് പറയുന്നു. അതായത് 0 ഡിഗ്രിയിലും താഴെ ചൂടുള്ള പ്രദേശങ്ങളിലല്ലേ ഭൂമി ചെറിയ ചെറിയ എന്ത് ചെയ്യുക? ഐസ് പോലെ ഭാഗങ്ങളുണ്ടാകുന്നു. അതിന് പറഞ്ഞ പേരാണെന്ത്? ഹിമം എന്ന് പറയുന്നത്. അടുത്ത മൂടൽമഞ്ഞ്. നമുക്കറിയാലോ, അന്തരീക്ഷം തണുക്കുന്നതിലൂടെ ഘനീഭവിച്ചുണ്ടാകുന്ന നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. ഭൂമിയോടടുത്ത് സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ എന്നും ഇതിനെന്ത് ചെയ്യാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? അന്തരീക്ഷം തണുക്കുന്നതിലൂടെ ഘനീഭവിച്ചുണ്ടാകുന്ന നേർത്ത ജലകണികൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കും, താഴേക്ക് വരാതെ എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ തങ്ങി നിൽക്കുന്നതിന് പറഞ്ഞ പേരാണത് മൂടൽമഞ്ഞ് എന്ന് പറയും. ഇനി ചെറിയ കാര്യം കൂടെ, മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച തീരെ കുറവാണെങ്കിൽ, അതായത് 1 കിലോമീറ്റർ ദൂരത്തിലും കുറവാണെങ്കിൽ അതിനെ കനത്ത മൂടൽമഞ്ഞ് എന്ന് വിളിക്കും. ദൂരക്കാഴ്ച 1 കിലോമീറ്ററിലധികമാണെങ്കിൽ അതിനെ നേർത്ത മൂടൽമഞ്ഞും എന്ന് എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു എന്ന കാര്യവും ഓർത്തിരിക്കുക. അടുത്ത ഒരു ചെറിയ ടോപ്പിക് കൊടുത്തിട്ടുണ്ട്, സ്മോഗ്. എന്താ സ്മോഗ് എന്ന് പറഞ്ഞാൽ? വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്ന് സ്മോഗ് എന്ന അന്തരീക്ഷാവസ്ഥ ഉണ്ടാകുന്നു. അപ്പം പുകയും മൂടൽമഞ്ഞും കൂടി ചേർന്നുണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണത് സ്മോഗ് എന്ന കാര്യവും ഓർത്തിരിക്കുക. അടുത്തത് 4-ാമത്തെ ഇതാണ്, അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപം കൊള്ളുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് മേഘങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. PSCക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ്, HSC എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗമാണ്. വിവിധതരം മേഘങ്ങൾ, അതിൻ്റെ ഷേപ്പ് തന്നിട്ട് ഇത് തൂവൽ കെട്ട് പോലെ കാണുന്ന ഏതാണ് ആ രൂപം എന്നൊക്കെ നോക്കി. രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ പൊതുവായി 4ആയിട്ട് തരംതിരിക്കാം എന്ന കാര്യം ഓർത്തിരിക്കുക. ഒന്നാമത്തേതാണ് സിറസ് മേഘങ്ങൾ, 2 സ്ട്രാറ്റസ് മേഘങ്ങൾ, 3 ക്യുമുലസ് മേഘങ്ങൾ, 4 നിംബസ് മേഘങ്ങൾ. അതായത് തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘങ്ങളെ വിളിക്കുന്ന പേരാണ് സിറസ് മേഘങ്ങൾ. അപ്പം തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ട് പോലെ കാണുന്ന മേഘങ്ങൾക്ക് പറഞ്ഞ പേരാണിത് സിറസ് മേഘങ്ങൾ. അപ്പം രൂപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 4ആയിട്ട് മേഘങ്ങൾ എന്ത് ചെയ്യുന്നത്? തിരിച്ചിരിക്കുന്നത് ഇവിടെ. അപ്പം ഈ ഒരു കാര്യം ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. രണ്ടാമത്തേതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് ഇത് സ്ട്രാറ്റസ് മേഘങ്ങൾ. ക്യുമുലസ് മേഘങ്ങൾ എന്ന് പറഞ്ഞാലോ, ഉയർന്ന സംവഹന പ്രഭാഗഫലമായി രൂപം കൊള്ളുന്ന തൂവൽക്കെട്ടുകൾ പോലെയുള്ള ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു എന്ന കാര്യവും ഒന്ന് ഓർത്തിരിക്കുക. നിംബസ് മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ
താഴ്ന്ന വിതാനത്തിൽ കാണുന്ന ഇരുണ്ട മേഘങ്ങളെ വിളിക്കുന്ന പേരാണ് നിംബസ് മേഘങ്ങൾ. ജലകണികകൾ സാന്ദ്രമായതിനാൽ ഇത് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു എന്ന കാര്യവും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് 4 മേഘങ്ങളതിൻ്റെ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിക്കുന്നത്. അടുത്ത് നോക്കിയാൽ അപ്പം മുകളിൽ നമ്മൾ പഠിച്ച 4 മേഘങ്ങൾ ഏതാണ്? സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ് മേഘങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതിൻ്റെ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത്? 4ആയിട്ട് തിരിച്ചത്. ഇനി ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? 4ആയിട്ട് തിരിക്കും. അപ്പം ആദ്യത്തത് രൂപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇത് ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഏതൊക്കെയാണെന്ന് നോക്കി. വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങൾ, അത് രണ്ടാമത്തത് മധ്യമേഘങ്ങൾ, അതേപോലെ താഴ്ന്ന മേഘങ്ങൾ, കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങൾ. ഇങ്ങനെ 4ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? തിരിക്കും. അതായത് വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ 20,000 മുതൽ 40,000 ഫീറ്റ്. അതേപോലെ രണ്ടാമത്തെ മധ്യമേഘങ്ങൾ എന്ന് പറഞ്ഞാൽ 7,000 മുതൽ 20,000 അടി വരെ ഉയരത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ മേഘങ്ങൾ കാണപ്പെടുന്നത്. താഴ്ന്ന മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 7,000 ഫീറ്റിൽ താഴെ. അതേപോലെ കൂടുതൽ ഉയരത്തിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ 2,000 മുതൽ 3,000 ഫീറ്റ് വരെ ഉയരത്തിലാണ് ഈ മേഘങ്ങൾ കാണപ്പെടുക. അപ്പം ഈ ഒരു കാര്യവും ഓർത്തിരിക്കുക. അടുത്ത് നമുക്ക് പഠിക്കാം വർഷണം. എന്താ വർഷണം എന്ന് പറഞ്ഞാൽ? തുടർച്ചയായി നടക്കുന്ന ഘനീകരണം മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂട്ടുന്നു. ഭൂഗുരുത്വത്തെ പ്രതിരോധിക്കാനാകാതെ വരുമ്പോൾ മേഘങ്ങളിൽ നിന്നുള്ള ജലത്തുള്ളികൾ മോചിപ്പിക്കപ്പെടുകയും അത് വിവിധ രൂപങ്ങളിൽ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ വിളിക്കുന്ന പേരാണെന്ത്? വർഷണം. അപ്പം വർഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂഗുരുത്വത്തെ പ്രതിരോധിക്കാനാകാതെ ജലത്തുള്ളികൾ താഴെ അല്ലെങ്കിൽ പല രൂപത്തിൽ താഴേക്ക് വരുന്നതിന് പറഞ്ഞ പേരാണ് വർഷണം എന്ന് പറയുക. ഏതൊക്കെ രൂപത്തിലാണ്? മഴയുടെ രൂപത്തിൽ വരാറുണ്ട്, മഞ്ഞുവീഴ്ചയുടെ രൂപത്തിൽ വരാറുണ്ട്, ആലിപ്പഴത്തിൻ്റെ രൂപത്തിലൊക്കെ എന്ത് ചെയ്യുക? വരാറുണ്ട്. ഈ കാര്യവും ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, സാധാരണയായി വർഷണം സംഭവിക്കുന്ന ജലത്തുള്ളികളുടെ രൂപത്തിലാണ്. ഇതിന് പറഞ്ഞ പേരാണെന്ത്? മഴ എന്ന് പറയുക. അതേപോലെ അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായിരിക്കുമ്പോൾ വർഷണം നേർത്ത ഹിമകണങ്ങളായിട്ടാണ് ഭൂമി. ഇതാണ് പറഞ്ഞ പേരാണെന്ത്? മഞ്ഞുവീഴ്ച. അപ്പം അന്തരീക്ഷത്തിൻ്റെ താപനില 0 ഡിഗ്രിയിലേയും താഴെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ചെറിയ മഞ്ഞുവീഴ്ചയായിട്ട് എന്ത് ചെയ്യുന്നു? കാണപ്പെടുന്നു. അതേപോലെ നോക്കി, ചിലപ്പോൾ മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജലത്തുള്ളികൾ അന്തരീക്ഷത്തിൻ്റെ തണുത്ത പാളിയിലൂടെ കടന്നു പോകാനിടയാൽ അവ തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളായി ഭൂമിയിൽ പതിക്കും. ഇതിന് പറഞ്ഞ പേരാണത് ആലിപ്പഴം എന്ന കാര്യവും ഓർത്തിരിക്കും. അപ്പം വർഷണത്തിൻ്റെ 3 രീതികൾ ഏതൊക്കെയാണ്? മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച. അപ്പോൾ ഇത്രയുമാണ് 9ാം ക്ലാസ്സിലെ 1ാമത്തെ സോഷ്യൽ സയൻസിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും 1-2 മാർക്ക് ഈ ചാപ്റ്ററിന് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.